ഞാനെന്നുള്ളത് വെള്ളിനേഴി കേട്ടോ. ഈ ഒരു വീട് ഒരു പക്ഷേ മലയാളികൾ പെട്ടെന്ന് കണ്ടാൽ അറിയാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്. കാരണം നമ്മുടെ മലയാളത്തിൻ്റെ അഭിനയ കുലപതി മമ്മൂക്ക തകർത്ത് അഭിനയിച്ച കാലങ്ങൾക്ക് ശേഷം, എത്രയോ 40 വർഷങ്ങൾക്ക് ശേഷം മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം സമ്മാനിച്ച പടമായിരുന്നു ബ്രഹ്മയുഗം. അത് മെയിനായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു മനയാണ് കേട്ടോ. അത് ഒളപ്പമണ്ണയാണ്. ഇവിടെ ആളുകൾക്ക് പ്രവേശനമൊന്നുമില്ല, കാണാനൊന്നും പറ്റില്ല. ഇനി വീട് കണ്ട് ഓടി വന്നു കണ്ട് ഇത് കാണാമെന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ പറ്റില്ല. കാരണം ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആൾ, അപ്പോൾ ഇത് നിർമ്മിച്ച ആളുടെ പേരമക്കളാണ് ഇവിടെ താമസം. അപ്പോൾ ഷൂട്ടിനും അല്ലെങ്കിൽ സന്ദർശകർക്ക് ഫോട്ടോ എടുക്കാനൊന്നും ഇത് വിട്ടുകൊടുക്കാത്തൊരു മനയാണ്. അപ്പോൾ ഇത് ബ്രഹ്മയുഗം മാത്രമല്ല കേട്ടോ, പിന്നെ ഒടിയൻ, അതേപോലെ തന്നെ തന്മാത്ര, ഒരുപാട് പടങ്ങളുണ്ട്. കന്നഡ തെലുങ്കൊക്കെ ആയിട്ട് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ മമ്മൂക്കയുടെ ബ്രഹ്മയുഗമാണ്. ഈ ഒരു ഫ്രണ്ടേജ് ഒരുപാട് ഷോട്ടിലുണ്ട് ഫ്രണ്ടേജ്. അതേപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ തുളസിത്തറയും കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കാട് പോലെ ആണ് കാട് പോലെയാണ് ഫിലിമിൽ. അപ്പോൾ അതിനനുസരിച്ച് എത്രയോ 5000-6000 ചാക്ക് പുല്ല് കൊടുത്തിട്ട് ഇവിടെ ഒരു വൈൽഡ് ഫീൽ ഉണ്ടാക്കി വെച്ചാന്ന് പറഞ്ഞിട്ടോ. അത്രയും സെറ്റപ്പിലാണ് ആ പടം ചെയ്തിരുന്നത്. ബ്രഹ്മയുഗം കണ്ടപ്പോൾ അഥവാ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു വീട് പെട്ടെന്ന് കണ്ടാൽ ഓർമ്മ വന്നോളുന്നില്ല. ആ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തുളസിത്താരയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഫിലിം കണ്ട ആളുകൾക്ക് ഒരു പക്ഷേ അറിയാം. അതേപോലെ തന്നെ താഴത്തൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് മലയാള സിനിമയ്ക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു മന കൂടെ ആയിട്ടത്. പ്രത്യേകം ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഇവിടേക്ക് സന്ദർശകർക്ക് ഒരിക്കലും അലോഡല്ല. അപ്പോൾ ഇത് കണ്ടിട്ട് ഓടി വരാൻ നിൽക്കേണ്ട, വന്നാൽ അതേപോലെ തന്നെ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ ഇതിന് വിശദമായിട്ട് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ മനയുടെ ഫ്രണ്ട് ഭാഗത്ത് വെച്ചിട്ടാണ് കൂടുതൽ ബ്രഹ്മയുഗത്തിൻ്റെ ഷൂട്ട് നടന്നിട്ടുള്ളത്. ഉള്ളിൽ നിന്നും കുറച്ച് പാട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനപ്പുറത്ത് ഇവരുടെ തന്നെ അണ്ടറിലുള്ളൊരു ട്രസ്റ്റിൻ്റെ കീഴിലുള്ളൊരു മന വേറെ ഉണ്ട്. ഇവിടെ ഒരു പ്രൈവറ്റ് ടീം, അഥവാ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് 1945 OMC എന്ന് ഷോർട്ട് പേരിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അവരുടെ പേരമക്കളാണ് ഇപ്പോൾ ഈ ഒരു വീട്ടിൽ താമസിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പരിസര ഭാഗം സിനിമ കണ്ട ആളുകൾക്കൊക്കെ അറിയാം എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ടേജിലാണത്രേ മമ്മൂക്ക നിൽക്കുന്നതും. അതുപോലെ തന്നെ ഹരിശ്രീ അശോകൻ്റെ മകൻ വന്നിട്ട് അർജുൻ വന്നിട്ടുള്ള ഒരു ഡയലോഗ് സീക്വൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. അതേപോലെ തന്നെ അവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ സിനിമയിൽ കാണുന്ന പോലെ ഇവിടെ ഒരു തുളസിത്തറയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇവർ പറയുന്നു. അതൊക്കെ ഒരു സെറ്റിട്ട് ചെയ്തതാണ്. അതിൻ്റെ ശേഷം അവർ പൊളിച്ചു മാറ്റി. ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഹിസ്റ്ററി. ഇതാണ്. ഇത് നിർമ്മിച്ചിട്ടുള്ള വർഷം അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1945 ഇത് നിർബന്ധിച്ചത്. ഭയങ്കര എന്താ പറയുക, പഴയ കാലത്ത് ആ ഒരു ഇടുപ്പോട് കൂടിയിട്ടുള്ളൊരു മന. ആ സിനിമയിൽ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, അവരുടെ ആ ഒരു സംസാരം ഡയലോഗും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് കാണിക്കുന്നത് കംപ്ലീറ്റ് വരിക്കാശ്ശേരി മനയാണ്. പിന്നെ ഒരുപാട് സെറ്റൊക്കെ പൊളിച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു മാസത്തിൽ താഴെ ആയിട്ടുള്ളൂ ഇതിൻ്റെ സെറ്റ് പൊളിച്ച് പോയിട്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, കാണാനെന്ത് ഭംഗി. ഞാൻ പറഞ്ഞല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പക്ഷേ ഓർമ്മ വന്നേക്കാം. അതേപോലെ തന്നെ സിനിമയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ സെറ്റപ്പിനും അറ്റ്മോസ്ഫിയറിനൊക്കെ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുമല്ലോ ഓരോ പടത്തിലും. അപ്പോൾ ഇതാണ് ആ മന ഉണ്ടോ. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ വേറൊരു ലെവൽ. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ കുറച്ച് പോർഷൻ വേണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിത്തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവർ ഫാമിലി. പഴയ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ OMC എന്ന് പറയുന്ന ആ ഷോർട്ട് ഫോമിൽ കറക്റ്റ് പേര് എനിക്ക് അവർ പറഞ്ഞു തന്നിരുന്നു, പക്ഷേ മറന്നുപോയി. ഇതാണ് ഇതിൻ്റെ ചരിത്രം. 80 വർഷത്തോളം പഴക്കമുള്ളൊരു മനയാണിത്. നമുക്കൊരു 3 നിലകളായിട്ട് അതിൻ്റെ ഉള്ളോട്ടൊന്നും കയറാപ്പോൾ നമുക്കൊരു അനുമതിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന ഒരു വീടല്ലേ. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ്. കാട് പോലെയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കാടും ഒരുപാട് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ കൂടുതൽ അറിയുകയും ചെയ്യില്ലല്ലോ പെട്ടെന്ന്. നോക്കിയേ, ഈ ഒരു വഴിയും ഇതൊക്കെ ഫുള്ള് കാടാട്ടോ. സിനിമയിൽ ഫുള്ള് കാടാണ്. താഴേക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു വൈഡായിട്ടുള്ളൊരു ഷോട്ട് ഞാൻ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരിക്കലും പെട്ടെന്ന് മനസ്സിലാവില്ല. കണ്ടോ, അവിടെയൊക്കെ ഫുള്ള് 5000 ചാക്ക് പുല്ല് കൊടുത്തിട്ട് അത്ര കാടുണ്ടാക്കിയത്. അത് ഭാരതപ്പുഴയിൽ നിന്ന് കൊടുക്കുന്നതാണ്. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയർ കേട്ടോ. ഇവിടെ കാണുമ്പോൾ തന്നെ ചെറിയൊരു പേടിയൊക്കെ വരും. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ സർപ്പക്കാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ പോയേക്കാം. വല്ല കുട്ടിച്ചാത്തനോ ദ്രോണയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ദ്രോണ, തന്മാത്ര, പിന്നെ ഏതോ കുറേ പടങ്ങൾ തെലുങ്കൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നോക്കിയ സ്റ്റെപ്പുകൾ. ബ്രഹ്മയുഗം. പിന്നെ അപ്പുറത്താണ്
അഥവാ 3-4 മനകൾ കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന്, ഇതിനപ്പുറത്ത് വേറെ ഇവർ തന്നെ ഒരു മന ഉണ്ട്. പിന്നെ ഉൾഭാഗം കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എന്താ പറയുക, നമ്മുടെ വരിക്കാശ്ശേരി മനയിലാണ്. അപ്പുറത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലെന്ന് എനിക്കറിയില്ല. ഇതാണ് തൊടി. ഇവിടെ നിന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അത് സെറ്റിൻ്റെ ബാലൻസുകളൊക്കെ കാണാം കേട്ടോ. ഇതിൻ്റെ സെറ്റ് അയച്ചിട്ടുള്ള കുറച്ചായിട്ടുള്ളൂ, 1 മാസം ഒക്കെ ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, പഴയകാല തൂണുകളൊക്കെ കാണാം. ഇത് ഈ സിനിമയുടെ അല്ല, പഴയ വേറെ ഏതോ സിനിമയുടെ തോന്നുന്നുണ്ട് കണ്ടിട്ട്, കരിങ്കല്ല് പോലെ. അതെ, അവിടെ ഒരു കരിങ്കല്ല് കിടക്കുന്നുണ്ട്. അപ്പുറത്തുനിന്ന് പോയി നോക്കട്ടെ, ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഒടുവിൽ ഉളപ്പമണ്ണ മനയുടെ വലിയ മനയിലെത്തിയിട്ടോ. ഇവിടുന്ന് ഇതാണ് ഇവരുടെ തറവാട് മന എന്നാണ് അവിടുന്ന് പറഞ്ഞു തന്നത് ചേച്ചി. അതെ, ഇവിടെയും ആ ഒരു സിനിമ, ഇത് ബ്രഹ്മയുഗം എന്നല്ല, ഒരുപാട് മലയാള സിനിമയ്ക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു മന കൂടിയാണിത്. ഓക്കെ, 6-ാം തമ്പുരാനോ അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഏതോ ഒരു 900 എത്രയോ വർഷമൊക്കെ പറഞ്ഞു, എനിക്ക് ഓർമ്മ കിട്ടുള്ളത് ഒരുപാട്. പ്രത്യേകിച്ച് ഇതാ ഇവിടെ മുറ്റവും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്താണിത്. ഓക്കെ, ഇതിൻ്റെ ആ വാസ്തു ശില്പം വല്ലാത്ത ജാതി. 6-ാം തമ്പുരാനിൽ മോഹൻലാൽ, ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക ലൊക്കേഷനായിട്ടുണ്ട്. ഒരുപാട് സിനിമക്കാരുണ്ട്, ഒരുപാട് മലയാള സിനിമയിൽ ഒരുപാട് വീടുകൾ. അതായത് നേരെ അപ്പുറത്തൊരു കുളമുണ്ട്. മലയാള സിനിമയിൽ ഒരു കാലത്ത് നിത്യം ലൊക്കേഷനായിരുന്നൊരു വീടായിരുന്നു ഇത് എന്നൊക്കെ പറഞ്ഞത്. എവിടെയാണ് കുളം നോക്കട്ടെ. ഇനി നമ്മൾ കുളം കാണാൻ പോകട്ടോ. ഒക്കെ പടം കണ്ട ആളുകൾക്കൊക്കെ അറിയാം. ഇത് ഇവിടെ പിന്നെ അപ്പുറത്ത് ലോക്കാട്ടോ, ഡോർ ലോക്കാണ്. അതുകൊണ്ട് നമ്മൾ ഈ സൈഡ് ചെയ്യണത്. നമുക്ക് ഈ ഒരു തൂണും ഇതൊക്കെ കണ്ടോ, ഇതൊരുപാട് സിനിമകളുണ്ട്. ഈ ഒരു മന, അതേപോലെ തന്നെ നമ്മൾ ഒറ്റപ്പാലത്തൊക്കെ മനയൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ മലയാള സിനിമക്ക് വേദിയായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടുത്തെ തിരുമേനിയായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞത് എന്ന് നിൻ്റെ മൊയ്തീനിലെ സായികുമാറിൻ്റെ വീട്, വീടല്ലേ പറഞ്ഞേ, സായികുമാറിൻ്റെ വീട്, ഈ സിംഹാസനത്തിൽ പിന്നെ പൃഥ്വിരാജിൻ്റെ വീട് ഒക്കെ ഇതാണ്. ഇതിനപ്പുറത്ത് ഈ ഒരു ചുമരുണ്ട്, ഇതിൻ്റെ നേരെ അപ്പുറത്ത് നല്ല വിശാലമായിട്ടുള്ള സംഭവമുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ബ്രഹ്മയുഗം. ഈ ഒരു കുളം ഇതൊക്കെ കണ്ടാൽ അറിയാം, മുങ്ങി കുളിക്കാനൊക്കെ തോന്നുന്നുണ്ട്, നല്ല കുളം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ, എന്താണ് തിരുമുൽപോറ്റിയോ, മമ്മൂട്ടിയുടെ പേര് കൊടുമുൽപോറ്റിയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.